ഹലോ കൂട്ടുകാരെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മോഷണമോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ നടക്കുന്ന നേരത്ത് അതിൽ പറ്റിക്കുന്നത് ഒരു ആർട്ടാണെങ്കിൽ അതിൽ പറ്റിപ്പോകുന്നതും ഒരു ആർട്ട് തന്നെയാണ്. ആൻഡ് അതിലും ഭയങ്കരമായി പറ്റിപ്പോയതും പറ്റിച്ചതുമായ ചില വിചിത്രമായ കാർട്ടൂൺ ക്യാമറ ഫ്രോഡുകളുടെ ആക്ടിവിറ്റീസിനെ പറ്റി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നു. ഞാൻ സീരിയസ് ആയി പറയുന്നു, ഈ വീഡിയോ എപ്പോഴും പോലെ തന്നെ എന്റർടൈൻമെന്റിന് ഒട്ടും കുറയില്ലാതെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടാകും. സോ വീഡിയോനെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്റർടൈൻമെന്റിന് ഞാൻ ഗ്യാരണ്ടി. സ്റ്റാർട്ടിങ് വല്ലാതെ ഭയങ്കരം തന്നെ. ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയാടാ? ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ അൺഹൈജീനിക് ആയിട്ടുള്ള കടകളിൽ എന്തെങ്കിലും വാങ്ങി തിന്നുവോ? ബീഹാറിലെ ഒരു പ്രൈമറി സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ചിന് വേണ്ടി ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് എവിടെയാണ് ഉള്ളത് എന്ന് തേടി നോക്കിയതാ. നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കമന്റിൽ പറയുക. ഈ ഡയലോഗിന് ഒന്നിച്ചേരുന്ന വിധത്തിൽ മഹാരാഷ്ട്രയിലെ 2023 ഈ ഒരു സംഭവം നടന്നത്. അവിടെ റോഡ് ഇടുവാൻ വേണ്ടി കോൺട്രാക്ട് എടുത്ത് റോഡും ഇട്ടു. പക്ഷെ ആ കോൺട്രാക്ടറിന്റെ പൂതി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ റോഡിന്റെ മേൽ നടത്തുന്നതിനെക്കാട്ടിലും ഒരു കാർപ്പറ്റ് ഇട്ട് അതിന്റെ മേൽ നടത്തുവാനായിരുന്നു. എന്നാലും അയാളുടെ പൂതി തീർത്തത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. പുഷ്പ ചന്ദനം കടത്തുവാൻ വെച്ചിരുന്ന ഐഡിയ ഇപ്പോൾ ഇവരും കയ്യിലെടുത്തു. ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചത് കുറ്റമാണോ? ഇയാളുടെ പള്ള നിറയുന്നത് വരെ മുഴുവനും ചോറ് തിന്ന് ടയാർഡായി ഉള്ളത് കൊണ്ട് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ച് അയാളുടെ വണ്ടിയിലേക്ക് കയറിയപ്പോൾ ഒരാൾ വന്ന് സാർ ഇവിടെയൊന്നും കിടക്കണ്ട, വരൂ നമ്മളടുത്ത് റൂമുണ്ട്, അതിൽ പോയി കിടക്കാമെന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ഇയാൾ ഉറങ്ങിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് അയാളുടെ വണ്ടിയിൽ നിന്ന് ഡീസലിനെ മോഷ്ടിച്ച് അവിടെ തന്നെ വിൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെപ്പറ്റി അവരോട് ചോദിച്ചപ്പോൾ അവർ ശരിക്കും റെസ്പോൺസ് ചെയ്യാത്തത് കൊണ്ട് അത് തന്നെ ഒരു വീഡിയോയുമാക്കി സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്തിരുന്നു. देख लीजिए, उड़ीसा का हर ढाबा का नियम हो गया है. आप लोग उड़ीसा में खाना खाने के लिए भी मतलब सोचेगा कि हम किसके ढाबा पे खाना खाएं. यहाँ का 90% ஒன்று தெரிஞ்சு போச்சுடா, இந்த பிரபஞ்சத்துல உங்க மத்தியில இந்த உசுரை காப்பாத்துறது ரொம்ப சிரமம். ഇപ്പോഴുള്ള കാലഘട്ടത്തെ ഒരാളെ പറ്റിക്കുന്നത് എന്നത് വല്ലാതെ ഈസി ആയി പോയി. എന്താണെന്ന് വെച്ചാൽ ഈ ലേഡിയുടെ അടുക്കൽ 2 പേര് വന്ന് ഞങ്ങളുടെ അടുക്കൽ 2 ടിൻ ഓയിൽ ഉണ്ട്, അതും കുറഞ്ഞ വിലക്ക് 100 രൂപക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ലേഡിയും 100 രൂപ കൊടുത്ത് അത് വാങ്ങി തുറന്നു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് വെറും വെള്ളമാണെന്ന്. എല്ലാരും എന്നെ ഏമാത്രാങ്ക. സിഗ്നലിൽ ഉണ്ടായിരുന്ന ഒരു കോസ്ലയെ കാറിന്റെ അടുക്കൽ പോയി നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി ഓട്ടോറിക്ഷയുടെ ടയറിൽ കാറ്റ് കറക്റ്റായ ലെവലിലുണ്ടോ എന്ന് നോക്കുന്നത് പോലെ കാറിന്റെ ടയറിന്റെ അടിയിൽ ഒരു കല്ല് വെക്കുകയും സിഗ്നൽ ഇട്ടതിന് ശേഷം കാർ മൂവ് ആകുമ്പോൾ ആ കല്ലിന്റെ മേൽ കയറുകയും അത് അയാളുടെ കാലിന്റെ മേൽ കയറിയതുപോലെ നടിക്കുകയും ചെയ്ത് അവരുടെ അടുക്കൽ നിന്ന് വലിയൊരു അമൗണ്ടും തട്ടിമാറ്റുന്നു. അതിനോടൊപ്പം റോഡിൽ നടക്കുന്ന ഈ ഒരു സ്കാമും നമ്മൾ കാണാൻ പോകുന്നു. ബാംഗ്ലൂരിൽ നടന്ന ഈ ഒരു സംഭവം ഒരു ഫാസ്റ്റ് ആയി പോകുന്ന കാറിൽ ആരെയോ ഇടിച്ചിട്ട് പോകുന്ന മാതിരിയും അവരെ നിർത്തുവാൻ വേണ്ടി 2 പേർ ബൈക്കിൽ വരുന്നത് പോലെയും അവരുടെ കാറിനെ നിർത്തി വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കി അവരിൽ നിന്നും പൈസ തട്ടിമാറ്റാൻ നോക്കുന്നു. പക്ഷെ ഇത് പറ്റി ആദ്യം തന്നെ അറിഞ്ഞ ഈ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നു. जिसके बाद ड्राइवर चरणपाल सिंह ने समझदारी दिखाते हुए स्कूटी को टक्कर मार रास्ता क्लियर किया और सीधे पुलिस स्टेशन पहुंच गए. இப்படிலாம் பண்ணு வச்சுக்கடா, நாசமா போயிருவடா, அழிஞ்சு போயிருவ. எண்ணத்தை മാറ്റിക്ക, இல்லனா നീ അவ்வளவுதான். കച്ചവടം എന്ന് വെച്ചാൽ ആരെയും പറ്റിക്കാതെ സത്യസന്ധനായി ഉണ്ടാകണം എന്നതാണ്. പക്ഷേ ഈ ഒരാൾ എങ്ങനെ കസ്റ്റമർ വാങ്ങി വെച്ചിട്ടുള്ള പഴങ്ങളെ മാറ്റി വെയിറ്റ് കുറവായുള്ള പഴങ്ങളെ എങ്ങനെ വിൽക്കുന്നു എന്ന് നോക്കൂ. நல்லா இருக்க மாட்டானா நீ டிக்டாக் பண்ற? நல்லா இருக்க மாட்டானா தம்பி? അടുത്തതായി ഒരാൾ തന്റെ ശരീരം ഭയങ്കര മോശമായ നിലയിലാണ് ഉള്ളത്, ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല എന്ന വിധത്തിൽ റോഡിൽ തന്നെ കിടന്നാണ് ജീവിച്ചു വരുന്നത്. പക്ഷേ അത് അറിഞ്ഞപ്പോൾ
এমনি উত্তর বলে এটা একটা ভালো ভালো একদম সুস্থ মানুষ, পুরাই সুস্থ। ভণ্ডামি করতে চিকিৎসা ভণ্ডামি করতে তুলেন, ভালো করে তুলেন ভাই, দেখি সরেন, ভাই সরেন, ভাই সরেন, ভালো করে। സീരിയസ് ആയി പറയുന്നു, പഠിക്കാൻ മാത്രം അറിയില്ല എങ്കിൽ നമ്മളുടെ കേരളത്തിലും ഇതുപോലെ നിറയെ വിഷയങ്ങൾ നടന്നിരിക്കും. 80 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങി എത്രയായി എന്ന് ആ ഓഫീസറിനോട് ചോദിച്ചപ്പോൾ 500 രൂപയായി എന്ന് പറഞ്ഞ് അയാൾ പൈസ തട്ടിമാറ്റാൻ നോക്കുകയും ഇയാൾക്ക് ഒരുവിധം പഠിക്കാൻ അറിയുന്നത് കൊണ്ട് അയാൾ നമ്മളെ സ്കാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി പൈസ തിരിച്ചു മേടിക്കുകയും ചെയ്തു. സപ്പോസ് പഠിക്കാൻ അറിയാത്ത ആരെങ്കിലും അവിടെ പോയി ടിക്കറ്റ് വാങ്ങിയിരുന്നുവെങ്കിൽ ഓഫീസേഴ്സ് പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ച് സ്കാമിൽ കുടുങ്ങിയിരിക്കും. ഫൈൻ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോകളുടെ കളക്ഷൻ ഇന്നും എന്റെ അടുക്കൽ നിറയെ ഉണ്ട്. അത് കാണുവാൻ വേണ്ടി നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്കും ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കാത്തിരിക്കൂ, അടുത്ത വീഡിയോയിൽ കാണാം.